എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം അളവിൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതാ അതേപോലെ നടുക അങ്ങനെ കീറിയെടുത്തതാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അധികമായാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നാക്കി വറുത്തെടുക്കണം. നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നല്ല ഇതൊന്ന് പൊരിഞ്ഞു വരുന്നത് വരെ വറുത്തെടുക്കുക. ഇത് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതേ ഒരു രീതിക്കാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് പൊടിച്ച് കിട്ടിയാൽ മതി. ഇനി ഇതേ ചട്ടിയിൽ തന്നെ ഒരു 3 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള എണ്ണ എല്ലാ മുളകിലൊന്നും ആയി കിട്ടോളം ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിലായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതേപോലെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അത് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു കുറുകിയ രൂപത്തിലാക്കി എടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതേ വലിപ്പത്തിലുള്ള ഒരു ശർക്കരയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെ മധുരം കൂടി ചെല്ലുമ്പോൾ ആ എരിവും പുളിയും മധുരം കൂടി നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതൊരു പച്ചമുളക് അച്ചാറും കൂടിയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക്